ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടോ ട്രാവലിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ പറയാനല്ല. കുറേ ട്രാവലേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള, കുറേ വ്ളോഗേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗാഡ്ജറ്റിൻ്റെ റിവ്യൂമായിട്ടാണ്. ഓസ്മോ ആക്ഷൻ ക്യാമറ. കുറേ കാലത്തിന് ശേഷമാണ് ഓസ്മോ ഈ ഒരു കാറ്റഗറിയിലുള്ള ക്യാമറയുമായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഗോപ്രോയിന് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. നമുക്കെല്ലാം അറിയാം, ഗോപ്രോ ഒരു ഫേമസ് ബ്രാൻഡാണ്, നല്ല ക്യാമറയാണ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ ഡിജിയുടെ ഓസ്മോ ആക്ഷനും വരും ദിവസങ്ങളിൽ ആൾക്കാർ ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാമറയാണ്. സോ ഡിജിയുടെ ഈ ഓസ്മോ ആക്ഷൻ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഡിജി ഈ ബോക്സിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്നും എന്തൊക്കെ അക്സസറീസ് ആണ് ഇതിനോടൊപ്പം ഡിജി നമുക്ക് തരുന്നതെന്നും നോക്കാം. സോ ആദ്യമായി നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഡിജിയുടെ ഓസ്മോ ആക്ഷൻ അവരുടെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കേസിലൂടെയാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിനുള്ളിൽ തന്നെ ക്യാമറയ്ക്ക് പുറമേ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനുള്ളിലാണ് ഡിജിയുടെ ചെറിയ അക്സസറീസുകൾ. പിന്നെ ക്യാമറയുടെ മാനുവൽ ഇതിലുണ്ട്, എല്ലാ ക്യാമറകൾക്കും വരുന്ന പോലെ തന്നെ. പിന്നെ ഒരു ബാറ്ററി പൗച്ച് കൂടിയുണ്ട്. ഞാൻ ഈ ബാറ്ററി ഓൾറെഡി ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്ത കാരണം പൗച്ച് കാണിച്ചു തരാം. ക്യാമറയും ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഈ സ്ലോട്ടിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു പൗച്ചാണ്, വളരെ നല്ല രസകരമായ തന്നെയാണ്. പിന്നെ ഒരു സി ടൈപ്പ് കേബിള്, ഒരു മൗണ്ട്, ഫ്ലാറ്റ് മൗണ്ട്, പിന്നെ ഒരു കേർവ്ഡ് മൗണ്ട്. ഹെൽമെറ്റിന് മുകളിൽ, കാറിന് മുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ആക്ഷൻ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള ഒരു കേർവ്ഡ് മൗണ്ട്, പിന്നെ അതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള അക്സസറീസ്. പിന്നെ ഡിജിയുടെ ഒരു വെബ്സൈറ്റുകളുടെയും എല്ലാം അഡ്രസ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു കാർഡ്, അതാണിതുള്ളത്. പിന്നെ ഡിജിയുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും ഇതുപോലെ തന്നെ ഈ ഡിജിയുടെ ഓസ്മോ പോക്കറ്റ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഡ്രോണുകളാണെങ്കിലും ശരി, ഡിജിയുടെ എല്ലാം ഒരു ആപ്പിലാണ് ഇത് കൂടുതൽ കൺട്രോൾ ചെയ്യാനും ഇതെല്ലാം ഡിജി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനുമുണ്ട് ഡിജി മിമോ ആപ്പ്. നിങ്ങൾ മിമോ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുമായി പെയർ ചെയ്യാൻ പറ്റും. ക്യാമറയുടെ ഫ്രെയിംവെയർ, സോഫ്റ്റ്വെയർ അപ്ഡേഷന്, അല്ലെങ്കിൽ ക്യാമറയുടെ ഒരുപാട് സെറ്റിങ്സ്, ക്യാമറയെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സുകൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും എല്ലാം ഈ ഫോണിലെ ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുമാത്രമല്ല, ഓസ്മോ ആക്ഷന് കവറിൽ കൂടെ തന്നെ പല പ്രത്യേകതകളുണ്ട്. അതായത് ഈ കവറിൽ നിങ്ങൾക്കൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇത് ആക്ച്വലി ക്യാമറയിൽ നിന്നുള്ള ലൈറ്റാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. അത് ക്യാമറയുടെ എല്ലാ ലൈറ്റും ഇതിന് മുകളിൽ കാണാൻ തന്നെ വേണ്ടിയിട്ട് ഡിജി അതിനൊരു പ്രത്യേകത ഈ കവറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. കാണിച്ചു തരാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഈ കവറിലൊരു എക്സ്ട്രാ ഗ്ലാസ് ടേപ്പ്, ഇത് ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ക്യാമറയുടെ ലൈറ്റിങ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൽ പുറത്ത് തന്നെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഓസ്മോ ആക്ഷൻ ഗോപ്രോവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തത ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അതേപോലെ ഇത് ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക് ആണ്, ഇത് ഡിജി ഓസ്മോ ആക്ഷനാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഫസ്റ്റ് വ്യത്യാസം തന്നെ ഡിജി ഓസ്മോ ആക്ഷൻ ഡ്യുവൽ സ്ക്രീനാണ്. ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് സ്ക്രീൻ ഉണ്ട്. വ്ളോഗിങ്ങിന് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഫ്രണ്ട് സ്ക്രീൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഈ സൈഡിലെ ബട്ടൺ നിങ്ങൾ പിടിച്ചിങ്ങനെ കഴിഞ്ഞാൽ അത് ആക്ച്വലി സ്ക്രീൻ ഫ്രണ്ടിലേക്ക് മാറുന്നതാണ്. ഗോപ്രോയിനെക്കാട്ടിലും കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഓസ്മോ ആക്ഷന്. ബോഡിയെല്ലാം എനിക്ക് തോന്നുന്നത് രണ്ടും ഒരേ നല്ല ക്വാളിറ്റി തന്നെയാണ്, ഓസ്മോ ആക്ഷനും ഇതും. പിന്നെ ഈ ഫ്രണ്ടിലെ ലെൻസിൻ്റെ സ്ക്രീൻ ഇത് സ്ക്വയറാണ്, ഗോപ്രോ. ഓസ്മോ ആക്ഷൻ റൗണ്ടാണ്. പിന്നെ ഗോപ്രോ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഗോപ്രോ നിങ്ങൾ 4K 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിഷ് ഐ മോഡിൽ മാത്രമേ, വൈഡ് ആയിട്ടുള്ള മാത്രമേ നിങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
തിരിച്ച് നിങ്ങൾക്ക് ഓസ്മോ ആക്ഷൻ നിങ്ങൾക്ക് കാര്യം വെച്ചാൽ 4K 60 ഫ്രെയിമും നിങ്ങൾക്ക് ആ സ്ട്രൈറ്റ് വ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇതിലുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ലോങ് 4K 60 ഫ്രെയിംസ് ഒക്കെ ഇടുമ്പോൾ എപ്പോഴും ആ ഫിഷ് എഫക്റ്റ് ഇപ്പോഴും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ഗോപ്രോ ഹീറോ 7 ബ്ലാക്കിലോ എല്ലാം. നേരെ മറിച്ച് ഓസ്മോ പോക്കറ്റിലാണെങ്കിൽ ആ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ ഞാൻ മുമ്പ് ഉപയോഗിച്ചുള്ളതാണ്. ഒരു 40 മിനിറ്റ്സ് 40 to 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബാറ്ററി കിട്ടുന്നത് നമുക്ക് 4Kയിൽ. ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നത് നിങ്ങൾ 4K 60 ഒക്കെ ഉപയോഗിക്കണമെങ്കിലും 65 to 70 മിനിറ്റ്സ് 65 മിനിറ്റ്സ് എന്തായാലും കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനത് ഫുൾ ഉപയോഗിച്ച ശേഷം ഒരു റിവ്യൂ ചെയ്യുന്നതാണ്. അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ വീഡിയോയും ഓസ്മോ പോക്കറ്റിൻ്റെ വീഡിയോയും എല്ലാം ഞാൻ മൂന്നും കൂടിയുള്ള കമ്പാരിസൺ വീഡിയോയും ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓസ്മോ പോക്കറ്റിൻ്റെ മൈക്ക് എങ്ങനെയാണ്, സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയാണെന്ന്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റിലാണ്. ഒരു എക്സ്റ്റേണൽ മൈക്കോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഓസ്മോ പോക്കറ്റിലുള്ള സൗണ്ട് എങ്ങനെയാണെന്ന് എത്ര ക്ലാരിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഓസ്മോ പോക്കറ്റിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തുകൊണ്ടും ഗോപ്രോന് നല്ലൊരു വെല്ലുവിളി തന്നെ ഈ ഓസ്മോ ആക്ഷൻ തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്യാമറയുടെ ക്ലാരിറ്റി ആയാലും സ്റ്റെബിലൈസേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ല സ്റ്റെബിലൈസേഷനാണ് ഗോപ്രോയിനെക്കാട്ടിലും ഓസ്മോ ആക്ഷൻ ഉള്ളത്. പിന്നെ 11 മീറ്റർ വരെ ഇത് ഒരു എക്സ്ട്രാ കവറോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഓസ്മോ ആക്ഷൻ വെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ്, വാട്ടറിലടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 11 മീറ്റർ താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് ആ വാട്ടർ പ്രൂഫ് കവർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്രയുമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാൻ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.